മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമ്പത്തിക സഹായ വിതരണം ചെയ്തു. കരുതലിന്റെ കരങ്ങൾ എന്ന പേരിൽ തൃശൂർ കളക്ടറേറ്റ് സെമിനാർ ഹാളിലായിരുന്നു ചടങ്ങ്. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ദുരിതബാധിതർക്കുള്ള ചെക്കുകളുടെ വിതരണം നിർവഹിച്ചു. ദുരന്തത്തിന്റെ മാനസികാഘാതത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള കരുത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയതും അത് തന്നെയാണ്. ഇങ്ങനൊരു ദുരന്തം നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായതിനു ശേഷം എത്രയോ ആളുകളാണ് സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഒത്തിരി ആളുകൾ തൃശ്ശൂരിന്റെ തന്നെയുള്ള ഒത്തിരി ആളുകൾ അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇന്ന് മണപ്പുറം ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് സഹായം എത്തിക്കാനായിട്ട് ഇന്നിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള CSR ഇനിഷ്യേറ്റീവ്സ് ഒത്തിരി എടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അവർക്കൊരു പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദുരിതത്തിൽപ്പെട്ടവരെ ചേർത്തു പിടിക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് CMD VP നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ കഴിയട്ടെയെന്നും VP നന്ദകുമാർ പറഞ്ഞു. ഇത് ഒരു ചെറിയ സഹായമാണ് നമ്മൾ നൽകുന്നത്. ഇനിയും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് ഇനിയുള്ള ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ വന്ന എല്ലാവർക്കും എത്രയും വേഗം വലിയ ദുരന്തത്തിൽ നിന്നും നമുക്ക് മോചിതരാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കോ-പ്രൊമോട്ടർ സുഷമ നന്ദകുമാർ, ഡെപ്യൂട്ടി കളക്ടർ KS നസിയ, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ, വൈസ്മെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ MD ഇഗ്നീഷ്യസ്, ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സജു ആന്റണി പാത്താടൻ എന്നിവർ ആശംസ നേർന്നു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സീനിയർ PROയും ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ KM അഷ്റഫ് സ്വാഗതവും മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ഷിനിത ആഷിഖ് നന്ദിയും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.